Sysbizz software size add ചെയ്യുന്നതും അതിന്റെ പർച്ചേസ്, സെയിൽസ് ആൻഡ് സ്റ്റോക്ക് റിപ്പോർട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് കാറ്റഗറി എങ്ങനെ ആഡ് ചെയ്യുന്നു നോക്കാം. ഇതിന് മെനു ബാറിൽ ഐറ്റത്തിന്റെ അണ്ടറിൽ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വിൻഡോയാണ് ഓപ്പൺ ചെയ്ത് വരിക. ദെൻ ഈ കോഡ് എന്ന് പറഞ്ഞ സ്പേസിൽ ഏത് കാറ്റഗറിയാണോ ആഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷോർട്ട് ഫോം ആണ് എൻട്രി ചെയ്യേണ്ടത്. ദെൻ അതിന്റെ ഫുൾ നെയിം മെൻഷൻ ചെയ്യാനുള്ള സ്പേസ് ആണിത്. ദെൻ സേവ് ചെയ്യുക. ഇങ്ങനെയാണ് കാറ്റഗറീസ് ആഡ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറീൻ്റെ സൈസ് എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് മെനു ബാറിൽ എൻട്രീസിൻ്റെ അണ്ടറിൽ സൈസ് എന്ന ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടി വെയർ എന്നൊരു കാറ്റഗറി ഇവിടെ ഉണ്ട്. ദെൻ അതിൻ്റെ സൈസസ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് നെയിം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ സൈസ് ആഡ് ചെയ്യുക. ഇനി ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് അത് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ട് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഐറ്റം മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഈ പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞ സ്പേസിൽ നമ്മൾ ഏത് ഐറ്റമാണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഐറ്റത്തിൻ്റെ നെയിം മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ കാറ്റഗറി ആഡ് ചെയ്യാം. ദെൻ വേണ്ട ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഐറ്റത്തിൻ്റെ പർച്ചേസ് ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ട് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ പർച്ചേസ് ഓപ്പൺ ചെയ്യാം. ഐറ്റം നെയിം എന്ന സ്പേസിൽ പ്രൊഡക്റ്റിൻ്റെ നെയിം മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ എത്ര ക്വാണ്ടിറ്റി ആണോ ഈ ഐറ്റം പർച്ചേസ് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണിത്. ഞാനിവിടെ 20 ക്വാണ്ടിറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത 20 ക്വാണ്ടിറ്റി ഈ 4 സൈസിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 4 സൈസിനും 5 ക്വാണ്ടിറ്റി വീതമാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഓരോ ഐറ്റത്തിനും 5 വീതം വെച്ചിട്ട് ടോട്ടൽ 20 ക്വാണ്ടിറ്റി ഇതിൽ ഫില്ലാവുന്ന വിധത്തിലാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ എൻ്റർ ചെയ്തതിനു ശേഷം ഇൻവോയ്സ് സേവ് ചെയ്യുക. നമ്മൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ സൽവാർ എന്ന് പറഞ്ഞിട്ട് ഐറ്റത്തിൻ്റെ 4 സൈസസ് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ സൈസിലുള്ള സ്റ്റോക്സ് ആണ് ഇവിടെ ഷോ ചെയ്യുന്നത്. ഈ സൈസസിൽ 5 ക്വാണ്ടിറ്റി വീതമാണ് നമ്മൾ ഓരോരുത്തരും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ സെയിൽ ചെയ്യും തോറും ഇതിൽ ഓരോ സ്റ്റോക്കും കുറയും. അതായത് നമ്മളിപ്പം ലാർജിൽ 5 സ്റ്റോക്കാണുള്ളത്. ഇതിൽ 2 ക്വാണ്ടിറ്റി സെയിൽ ചെയ്താൽ ഇവിടെ 3 ക്വാണ്ടിറ്റി ആയിട്ട് ഷോ ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സെയിൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന ഐറ്റം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ സെയിൽ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ. ഞാൻ 2 ക്വാണ്ടിറ്റിയാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ദെൻ എൻ്റർ ചെയ്യുക. ഏത് സൈസിൽ നിന്നാണോ സെയിൽ ചെയ്യേണ്ടത് ആ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള സൈസാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഓക്കെ എൻ്റർ ചെയ്യാം. ഇനി ഇൻവോയ്സസ് സേവ് ചെയ്യാം. ദെൻ സ്റ്റോക്ക് റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെയിൽ ചെയ്ത ലാർജ് എന്ന് പറഞ്ഞ സൈസിൽ നിന്നും 2 ക്വാണ്ടിറ്റി മൈനസ് ചെയ്തിട്ട് 3 ക്വാണ്ടിറ്റി എന്നിട്ട് ഷോ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോക്കിൽ നിന്നും 2 ക്വാണ്ടിറ്റി മൈനസ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സൈസിൻ്റെ പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും അതിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഈ രീതിയിലാണ്.